നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു തവളയുടെയും കാളയുടെയും കഥ കേട്ടാലോ? പണ്ട് 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 ഒരു പച്ചപ്പുള്ള ചെറിയ കുളത്തിൽ ഒരു തവള ജീവിച്ചിരുന്നു. ആ തവള വളരെ അഹങ്കാരിയായിരുന്നു. എപ്പോഴും താനാണ് വലിയതെന്ന് വിചാരിക്കും. ഒരു ദിവസം കുളത്തിന്റെ അടുത്തുള്ള പാടത്ത് നിന്ന് ഒരു വലിയ കാള വെള്ളം കുടിക്കാൻ വന്നു. കാളയെ കണ്ടതും തവള അമ്പരന്നു പോയി. അയ്യോ, ഇതെന്തൊരു വലിപ്പം! ഇത്രയും വലിയ ജീവിയെ ഞാൻ ആദ്യമായി കാണുകയാണല്ലോ എന്ന് തവള മനസ്സിൽ പറഞ്ഞു. കാള വെള്ളം കുടിച്ച് പുല്ല് തിന്നാൻ പോയപ്പോൾ തവളയുടെ അടുത്ത് മറ്റ് ചെറിയ തവളക്കുഞ്ഞുങ്ങൾ വന്നു. പേക്രോം പേക്രോം, അമ്മേ, ആ പോയത് ആരായിരുന്നോ? എന്തൊരു വലിപ്പമാ അതിന്! ഒരു തവളക്കുഞ്ഞ് അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ അഹങ്കാരിയായ തവള പറഞ്ഞു, വലിപ്പമോ? അതിനെന്താ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വലിപ്പമില്ലെന്ന് തോന്നുന്നുണ്ടോ? എനിക്കും വേണമെങ്കിൽ അതിലും വലുതാകാൻ പറ്റും. തവളക്കുഞ്ഞുങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ആ കാളയുടെ അത്ര വലിപ്പം ആർക്കും കിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് ദേഷ്യം വന്നു. താൻ കാളയേക്കാൾ വലുതാണെന്ന് തെളിയിക്കാൻ അത് തീരുമാനിച്ചു. തവള വയറ് വീർപ്പിക്കാൻ തുടങ്ങി. ശ്വാസം ഉള്ളിലേക്കെടുത്ത് വയറ് വീർപ്പിച്ചു. ഇപ്പോൾ ഞാൻ അതിലും വലുതായില്ലേ? തവള ചോദിച്ചു. ഇല്ല അമ്മേ, തവള കുഞ്ഞുങ്ങൾ പറഞ്ഞു. തവള വീണ്ടും ശക്തിയായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് വയറ് വീർപ്പിച്ചു. വീർപ്പിച്ച് 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 അവസാനം തവളയുടെ വയറ് പൊട്ടാറായി. എന്നിട്ടും തവള നിർത്തിയില്ല. വീർപ്പിച്ച് 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 അവസാനം തവളയുടെ വയറ് പൊട്ടിപ്പോയി. തവളയുടെ അഹങ്കാരം കാരണം അത് സ്വയം അപകടം വരുത്തിവെച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ച ഗുണപാഠം എന്താ? നമ്മൾ ആരാണോ അതുപോലെ ഇരിക്കുന്നതാണ് നല്ലത്. അമിതമായി അഹങ്കരിച്ചാൽ അത് ആപത്തിലേക്ക് എത്തിക്കും. ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.